ഒരു കൃത്യ ഒരു ടൈം സ്ലോട്ടിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. ഈ സോഷ്യൽ മീഡിയ മാത്രം പറയണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ഡിസ്ട്രാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മാത്രം എടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം മാത്രം നിങ്ങൾ വാട്സപ്പ് നോക്കുന്ന സമയം വെക്കാം. വൈകുന്നേരം 6 to 7 മണിൻ്റെ ഉള്ളിൽ വാട്സപ്പ് നോക്കണമെന്നുള്ളത്. നിങ്ങൾ എന്നും ആ സമയത്തിന് നോക്കുമ്പോൾ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിയും പിന്നെ നിങ്ങൾ അടുത്ത ആൾക്കാരൊക്കെ കുറെ ആൾക്കാർക്ക് മെസ്സേജ് കണ്ടാവല്ലോ, അവരൊക്കെ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യും ഓൻ ആ സമയത്ത് കാണുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ അത്രയും അർജന്റ് ആണെന്നുണ്ടെങ്കിലോട് കോൾ ചെയ്യും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് മാത്രം നോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയം, എന്നാലും ഈ സമയം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമതൊരു കാര്യം എന്നുള്ളത് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായ അടിക്കാൻ പോകേണ്ടി വൈകുന്നേരം. അപ്പം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ കുറച്ച് ലിമിറ്റ് ചെയ്യാം. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ കൊണ്ടെടുക്കാം. പക്ഷെ അതിന്റെ കൂടെയുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വിളിക്കുമ്പോൾ ഒന്ന് പുറത്തു പോവാം, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ഒരു അരമണിക്കൂർ ഇരുന്ന് വെറുതെ സംസാരിക്കാം. അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇഷ്ടംപോലെ സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെറിയ കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം മൊത്തത്തിലൊരു ഹോൾസമിൽ നോക്കുന്ന സമയത്ത് വലിയ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും.